പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. പല കുട്ടികൾക്കും ഒരു നെഗറ്റീവ് സംഖ്യയും മറ്റൊരു നെഗറ്റീവ് സംഖ്യയും ഗുണിച്ചാൽ പോസിറ്റീവ് സംഖ്യ ആയിരിക്കുമെന്നറിയാം. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ ഹരിച്ചാൽ പോസിറ്റീവ് സംഖ്യയാണെന്നറിയാം. എന്തുകൊണ്ട് എന്ന് മിക്കവർക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവും +2 വിദ്യാർത്ഥിയുമായ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, മാമ, എനിക്ക് നെഗറ്റീവും ഹരിച്ചാൽ പോസിറ്റീവ് ആണെന്ന് ബൈഹാർട്ട് പഠിച്ചത് കൊണ്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് സംഖ്യയെ മറ്റൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം പോസിറ്റീവ് വരുന്നു? അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വെറും സങ്കല്പമാണോ, അത് യാഥാർത്ഥ്യമാണോ ഇന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ബൈഹാർട്ട് പഠിച്ചത് കൊണ്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ചു പോരുന്നല്ലാതെ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമോ, നേരിൽ കാണാൻ പറ്റുമോ, കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നൊരു സത്യമാണോ നെഗറ്റീവ് സംഖ്യയും ഹരിച്ചാൽ? അതായത് ഒരു നെഗറ്റീവ് സംഖ്യയെ മറ്റൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം പോസിറ്റീവ് ആവുന്നത് എങ്ങനെ? പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം പോസിറ്റീവ് ആണല്ലോ ആവുന്നത്. പക്ഷെ ഇതെങ്ങനെ ഇത് വരുന്നു? ഈ ഒരു സംശയം ഒരുപാട് പേർക്കുണ്ട്. അത് ബൈഹാർട്ട് പഠിച്ച് വെക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു ക്ലാസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു നെഗറ്റീവ് സംഖ്യയെ മറ്റൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എന്തുകൊണ്ട് ഉത്തരം പോസിറ്റീവ് സംഖ്യയാവുന്നു എന്നതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഒരു പഴവണ്ടിയും കുറച്ച് കുതിരകളും വെച്ച് നിങ്ങൾക്ക് നേരിൽ പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് നെഗറ്റീവ് സംഖ്യയെ മറ്റൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം പോസിറ്റീവ് ആണെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു പഴവണ്ടിയാണെന്നൊക്കെ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് ഒരു പഴവണ്ടിയാണ്. ഇതിനെ വലിക്കാൻ കുതിരകളെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വലതുഭാഗമാണ് അല്ലേ, നമ്മുടെ വലതുഭാഗമാണ് ഇത് ഇടതുഭാഗം അല്ലേ. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വലതുഭാഗം, നിങ്ങളുടെ ഇടതുഭാഗം അല്ലേ. അപ്പോൾ വലതുഭാഗത്ത് കെട്ടുന്ന കുതിരകളെ പോസിറ്റീവ് കുതിരകൾ എന്ന് പറയാം. ഇടത്തെ ഭാഗത്ത് കെട്ടുന്ന കുതിരകളെ നെഗറ്റീവ് കുതിരകൾ എന്ന് പറയാം. അതായത് വലത്തോട്ട് വലിക്കുന്ന കുതിരകളെ പോസിറ്റീവ് എന്നും ഇടത്തോട്ട് വലിക്കുന്ന കുതിരകളെ നെഗറ്റീവ് എന്നും പറയുന്ന സാരം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 2 കുതിരകളെ വലത്തു ഭാഗത്ത് ഇത് വലിക്കാൻ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയും പോസിറ്റീവ് 2 കുതിര. ഞാൻ ഒരെണ്ണം കൂടി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര കുതിരകളാണ് വലത്തു ഭാഗത്തേക്ക് വലിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 3 എന്ന് പറയും. അത് വലതു ഡയറക്ഷൻ ഉണ്ട് ഇല്ലേ, അതുകൊണ്ട് അത് പോസിറ്റീവ് എന്ന് പറയും. അത് ഇവിടെ ആ വണ്ടി വലിക്കുന്നത് എത്ര കുതിരകളാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയണം? 3 പോസിറ്റീവ് കുതിരകൾ വണ്ടി വലിക്കുന്നു എന്ന് പറയണം. ഇനി ഈ കുതിരകൾ ഈ ഭാഗത്താണെങ്കിൽ ഇടത്തോട്ടാണ് വലിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിവിടെ ഇടത്തോട്ട് എത്ര കുതിര വലിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം ഇടത്തോട്ടാണ് വലിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടത്തോട്ട് വലിക്കുന്ന കുതിരകളെ എന്ത് കുതിരകൾ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു തന്നത്? നെഗറ്റീവ്. അപ്പോൾ ഇവിടെ -2. അപ്പോൾ ഇവിടെ ഇപ്പോൾ -2 കുതിരകൾ വലിക്കുന്നുണ്ട്. വലതുഭാഗത്തോ പോസിറ്റീവ് 1 കുതിരയും ഉണ്ട്. ഇതാണ് ഒരു കണ്ടീഷൻ. വലത്തോട്ട് വലിക്കുന്ന കുതിരകൾ എന്ത് പ്രയോഗിക്കും? വലത്തോട്ട് ശക്തി പ്രയോഗിക്കും. എത്ര കുതിരയാണ് വലിക്കുന്നത് അത്ര കുതിര ശക്തി ഉണ്ടാവും. ഇടത്തോട്ട് വലിക്കുന്ന കുതിരകൾ ഇടത്തോട്ട് കുതിര ശക്തി ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ 2 കുതിരശക്തി ഇടത്തോട്ടാണെങ്കിൽ എന്തെന്ന് പറയും? -2 എന്ന്. ഇതിലൊരു കുതിരശക്തി വലത്തോട്ടാണ്. അപ്പോൾ പോസിറ്റീവ് 1 എന്ന് പറയും.
ഓക്കെ, ഇതാണ് ഒരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുതിരകളെ ചേർക്കുന്നതിനെ കെട്ടുന്നതിനെ പോസിറ്റീവ് എന്ന് പറയും. അതായത് ഈ വണ്ടിയുമേ, ഈ പഴവണ്ടിയുമേ കുതിരകളെ കൊണ്ട് കെട്ടുന്നതിനെ അഥവാ ചേർക്കുന്നതിനെ എന്ത് പറയും? പോസിറ്റീവ് എന്ന് പറയും. എന്താ പറയാ? പോസിറ്റീവ്. അതിനെ അഴിച്ചു കൊണ്ടുപോകുന്നതിനെ അല്ലെങ്കിൽ എടുത്തു മാറ്റുന്നതിനെ നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ രണ്ട് ആശയമാണ്. വലത്തോട്ട് വലിക്കുന്ന കുതിരകളെ പോസിറ്റീവ് കുതിരകൾ എന്ന് പറയും, ഇടത്തോട്ട് വലിക്കുന്ന കുതിരകളെ നെഗറ്റീവ് കുതിരകളെ എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? കുതിരകളെ വണ്ടിയോട് ചേർത്ത് കെട്ടുന്നതിനെ, ചേർക്കുന്നതിനെ പോസിറ്റീവ് എന്ന് പറയും. കുതിരകളെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എതിർ പ്രവൃത്തിയായ കുതിരകളെ അഴിച്ചു കൊണ്ടുപോകുന്ന, എടുത്തു മാറ്റുന്ന ആ പ്രവൃത്തി എന്തെന്ന് വിളിക്കണം? നെഗറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കണം. ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലുറക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പം മനസ്സിലാവും. ഇപ്പൊ നോക്കുക, ഞാനിവിടെ രണ്ട് കുതിരകളെ വലത്തു ഭാഗത്ത് വെക്കുന്നു. ഒരു പ്രാവശ്യം വെച്ചു. ഒരു പ്രാവശ്യം ഞാൻ രണ്ട് കുതിരകളെ വലത്തു ഭാഗത്ത് വെച്ചു. ഇപ്പൊ എത്രയാണ് അവിടെ പോസിറ്റീവ് കുതിരകൾ? 2 അല്ലേ? ഇനി നമുക്ക് രണ്ട് കുതിരകളെ കൂടി ഞാൻ ഇവിടെ വെച്ചു. അപ്പൊ ഞാൻ രണ്ട് കുതിരകളെ 2 പ്രാവശ്യം വെച്ചു അല്ലേ? അപ്പോൾ പോസിറ്റീവ് കുതിരകളെ പോസിറ്റീവ് 2 കുതിരകളെ 2 പ്രാവശ്യം വെച്ചു. ഞാൻ ഒരു പ്രാവശ്യം 2 കുതിരകൾ ഒരു പ്രാവശ്യം കൂടി വലത്ത് കെട്ടുകയാണെങ്കിൽ എന്തെന്ന് പറയും? ഞാൻ പോസിറ്റീവ് 2 കുതിരകളെ കെട്ടുകയാണ് ചെയ്തത് അല്ലേ? ചേർക്കുകയാണ് ചെയ്തത്. എത്ര പ്രാവശ്യം ചേർത്തു? 3 പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കുതിരയുണ്ട് കാണാൻ? എന്താ വെച്ചാൽ പോസിറ്റീവ് 2 കുതിരകളെ 3 പ്രാവശ്യം ചേർത്തു. അങ്ങനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? അത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. പോസിറ്റീവ് കുതിരകളെ 2 കുതിരകളെ ഞാൻ എത്ര പ്രാവശ്യം ചേർത്തു? 2 പ്രാവശ്യം, 3 പ്രാവശ്യം ചേർത്തു. നമ്മൾ എടുത്തു മാറ്റാണ്, കൊണ്ട് ചേർക്കാണ് ചെയ്തത്. അപ്പൊ എന്ത് പറയാം? പോസിറ്റീവ് 3 അല്ലെ? പോസിറ്റീവ് 2 കുതിരകൾ പോസിറ്റീവ് 3 പ്രാവശ്യം എങ്കിൽ എത്രയാണത്? ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇതിന് ഉത്തരത്തിലായിരിക്കും പോസിറ്റീവ് 2 കുതിരകളെ 3 പ്രാവശ്യം കെട്ടി. 1 പ്രാവശ്യം കെട്ടി, 2 പ്രാവശ്യം കെട്ടി, 3 പ്രാവശ്യം കെട്ടി. അപ്പോൾ 2 കുതിരകളെ 3 പ്രാവശ്യം കെട്ടിയപ്പോൾ എത്ര കുതിരകൾ ഉണ്ട് എന്നുള്ളത് അവിടെ നോക്കിയാൽ അറിയാം. 2, 4, 6. അവിടെ നോക്കിയാൽ അറിയാലോ. 3, 2, 6. അപ്പോൾ പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്താ ഉത്തരം വരിക? പോസിറ്റീവ് 6 വലത്തോട്ടല്ലേ കുതിരകൾ അല്ലെ? 6 കുതിരശക്തി എവിടെ വന്നേക്കണത്? വലത്തോട്ട്. അപ്പോൾ പോസിറ്റീവ് 6 അല്ലേ ഉത്തരം? സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കാം. ഞാൻ ഈ കുതിരകളെ ഇടത്തു ഭാഗത്താണ് വെക്കുന്നത് എന്ന് വിചാരിക്കുക. എന്താ വെക്കുന്നത്? ഇടത്തു ഭാഗത്ത്. അപ്പൊ എന്തായിരിക്കും വരിക? ഞാൻ ഇടതു ഭാഗത്ത് ഇപ്പോൾ എന്ത് വെച്ചു? പോസിറ്റീവ് കുതിരകളെ. പോസിറ്റീവ് കുതിരയാണത്? അല്ല, ഇതേതാണ്? ഇടതു ഭാഗത്താണ് കെട്ടിയിട്ടുള്ളത് അല്ലേ? കുട്ടികളെ എങ്ങോട്ടാണ് വലിക്കുന്നത്? എവിടേക്കാണ് വലിക്കുന്നത്? ഇടത്തോട്ട്. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ്? ഇടത്തോട്ടുള്ള കുതിരകൾ എന്താ പറയുക? നെഗറ്റീവ് കുതിരകളെ. ഞാൻ നെഗറ്റീവ് കുതിരകൾ എത്ര പ്രാവശ്യം വെച്ചു? ചേർത്തു അല്ലെങ്കിൽ കെട്ടി. പോസിറ്റീവ് പ്രാവശ്യം. കെട്ടുന്നതിനെ പോസിറ്റീവ് എന്ന് പറഞ്ഞു. അപ്പോ നെഗറ്റീവ് ഒരു ജോഡി കുതിരകളെ, അതായത് 2 കുതിരകളെ ആണ് ഞാൻ 1 പ്രാവശ്യം വെച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇതിനെ എങ്ങനെയാണ് അതിനെഴുതുക? എന്തെന്ന് എഴുതുക? നെഗറ്റീവ് കുതിരകളെ പോസിറ്റീവ് 1 പ്രാവശ്യം. കാരണം ചേർക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് എന്ന് പറയാം. ഉത്തരം എത്രയാന്ന് നമ്മൾ കണ്ടറിയാം. എത്രയാ വരിക? ഇവിടെ നിന്ന് കണ്ടറിയാം ഇല്ല? എത്രയാ? -2. ഞാൻ ഇപ്പൊ നമ്മൾ 1 പ്രാവശ്യം കൂടി ഞങ്ങൾ വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ
ഇടത്തുപൊട്ടുള്ള കുതിരകൾ രണ്ടെണ്ണം ഒരു പ്രാവശ്യം വെച്ചു 2 പ്രാവശ്യം ചേർത്തു, ഇവിടെ കെട്ടി അല്ലേ. അപ്പൊ നെഗറ്റീവ് കുതിരകളെ 2 പ്രാവശ്യം കെട്ടി. അപ്പൊ എന്താ പറയാ, ചേർക്കാണ് ചെയ്തത്. അപ്പൊ പോസിറ്റീവ്. ഉത്തരം എത്രയാ? ഇവിടെ നോക്കിയറിയാം. ആകെ നെഗറ്റീവ് കുതിരകളെ 2 പ്രാവശ്യം കെട്ടി. ഇപ്പൊ എത്രയാ കുതിരകളായി? ഇടതുഭാഗത്ത് നോക്കിയറിയാം, ഇടതുഭാഗത്ത് 4 കുതിരയായി. അപ്പൊ 4 കുതിര ഇടതുഭാഗത്ത്. അപ്പൊ നെഗറ്റീവ് 2 കുതിരകളെ 2 പ്രാവശ്യം എടുക്കുമ്പോൾ ഉത്തരം വരിക -4 അല്ലേ. ഇനി ഞാൻ 2 കുതിരകളെ കൂടി ഞാൻ കെട്ടുകയാണ്. ഇടതുഭാഗത്താണ് കൊണ്ട് കെട്ടിയത്. അപ്പൊ എത്രയായി ഉത്തരം എത്രയായി? അപ്പൊ നെഗറ്റീവ് കുതിരകളെ ചേർത്തു 3 പ്രാവശ്യം ചേർക്കാണ്. അപ്പൊ പോസിറ്റീവ്. അപ്പൊ എത്ര ഉത്തരം വരിക? ഇവിടെ നോക്കിയറിയാം എത്രയാണ്. നെഗറ്റീവ് കുതിരകളെ 3 പ്രാവശ്യം ചേർത്തപ്പോ എത്ര കുതിരയായി? 6 കുതിര വന്നു. അപ്പൊ -6. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, -2 ഇൻറ്റു +3 ഉത്തരം -6. ഇതിൽ യാതൊരു സംശയമില്ലല്ലോ, ഇല്ല അല്ലേ? ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? 5 ഇൻറ്റു 10 എത്രയാ? 50 എന്ന് വെച്ചാൽ 10 5 പ്രാവശ്യം ചേർന്ന 50 നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പൊ ഇതിൽ നമുക്കറിയാം 10ൽ എത്ര 10 ചേർന്നതാണ് 50 എന്ന് വെച്ചാൽ 5 അല്ലേ. പറയാലോ 10 ഇൻറ്റു 5 50 എന്ന് വെച്ചാൽ 10 5 തവണ എടുത്താൽ 5 പ്രാവശ്യം എടുത്താൽ എത്ര കിട്ടും? 50. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇതിൽ ചോദിക്കുക, നിങ്ങളോട് ചോദിക്കാണ് 10ൽ 50ൽ എത്ര 10 ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പുറത്തെ സംഖ്യ പറഞ്ഞ പോരെ, അറിയാലോ. ഓക്കെ. ഇനി 6 ഇൻറ്റു 10 എത്രയാ? 60. അപ്പൊ 10 6 പ്രാവശ്യം ഇട്ടാ 60. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണം 60ൽ എത്ര 10 ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഉടനെ ഇത് പറയും അല്ലേ. പറയില്ലോ. ഓക്കെ. ഇനി ഞാൻ 100 ഇൻറ്റു 3 300. അപ്പൊ 3 ഇൻറ്റു 100 ഇൻറ്റു 3 300. നിങ്ങളോട് ചോദിക്കുന്നു 300ൽ എത്ര 100 ഉണ്ട് എന്ന് വെച്ചാൽ 3 വട്ടം ചേർന്നാലും 300. അപ്പൊ ഇത് പറഞ്ഞ പോരെ. ഓക്കെ. അറിയാലോ. അല്ല 300ൽ എത്ര 100 എന്ന് വെച്ചാൽ 3. അല്ല അതല്ല 300ൽ എത്ര 100 ഉണ്ട് 3. ഉറപ്പല്ലേ? അല്ല അത് എളുപ്പം ശ്രദ്ധിക്കേണ്ട, ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പറയാം. ഇനി നോക്കുക. ഇനി 50 ഹരണം 10 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 50ൽ എത്ര 10 ഉണ്ട്? 50ൽ എത്ര 10 ഉണ്ട്? അതായത് 50ൽ എത്ര 10 ഉണ്ടെന്ന് ചോദിക്കാൻ 50 ഹരണം 10 എന്ന് വെച്ചാൽ 50ൽ എത്ര 10 ഉണ്ട്? 50ൽ എത്ര 10 എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്ത് ഇതിന് പെരുക്കം നോക്കിയാൽ മതി അല്ലേ. 5 ഇൻറ്റു 10 10 ഇതാണ് ഉത്തരം അല്ലേ. അപ്പൊ ഹരണം 5. ഇനി 60ൽ എത്ര 10 ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാൻ നമ്മൾ? 6 ഇൻറ്റു 10 ആണ് 60. അതിനാല് 60ൽ എത്ര 10 ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് ടിക്ക് ചെയ്ത ഇത് 6 വരിക. 6 10 ആണ് 60 അല്ലേ. 10 ഇൻറ്റു 6 ആണ് 60. അപ്പൊ 300 ഹരണം 100 എന്നുള്ളത് പെട്ടെന്ന് എങ്ങനെ പറയാം? ഈ 3 പറഞ്ഞാൽ മതി അല്ലേ. 3. ഓക്കെ. ഇനി നിങ്ങൾ ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കാനുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കാനുള്ള ഇവിടെയാണ്. ഇനി ഞാൻ നിങ്ങൾ എഴുതാൻ പോവുകയാണ്. നമ്മൾ പഠിച്ചതാണ് +3 ഇൻറ്റു -2 സമം -6 എന്ന് പഠിച്ചതാണ് അല്ലേ. ഇനി -6 ഹരണം -2 അല്ലേ. അപ്പൊ നമ്മൾ എത്ര -6 എന്ന് പറഞ്ഞാൽ എത്ര? -2 × 3 അല്ലേ -6. അപ്പോ ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞ ഉത്തരം കാണാൻ തീരാ മതി. ഈ ടിക്ക് ഉള്ള സംഖ്യയിൽ ഇപ്പുറത്ത് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരേണ്ടത്? +3 അല്ലേ. ഉറപ്പല്ലേ? അപ്പോൾ -6നെ -1 കൊണ്ട് ഹരിച്ചാൽ എന്താ വരും ഉത്തരം? അപ്പൊ നെഗറ്റീവ് ഹരണം നെഗറ്റീവ് എന്താ? പോസിറ്റീവ് അല്ലേ. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ? യാഥാർത്ഥ്യമല്ലേ. അപ്പൊ നിങ്ങൾ അത് ഉറപ്പിക്കുക. നെഗറ്റീവ് ഹരണം നെഗറ്റീവ്
സമം പോസിറ്റീവ്. ഇതെന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ അത് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു കണക്കുമായി ഗണിത വിഭാഗം പഠിക്കാം. നമസ്കാരം.